नहमदुहु वनस्तईनुहु वनुमिनु बिहि वनतवक्कलु अलैहि वनऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु वनशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु वनशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दिनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्तक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अൻതും മുസ്ലിമൂൻ। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടായാൽ അവർക്ക് ചെയ്യേണ്ട ഇസ്ലാമികമായ നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും കലിമത്തു ഷഹാദത്തിന്റെ തൗഹീദിന്റെ ശബ്ദം കേൾപ്പിക്കണമെന്നും മധുരം നൽകണമെന്നും നല്ല പേരിടണമെന്നും അല്ലാഹു നിഷിദ്ധമാക്കിയ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പേരുകൾ ഒഴിവാക്കണമെന്നും ചേലാകർമ്മം ചെയ്യണം എന്നതുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊരു കുട്ടിയുണ്ടായാൽ, കുടുംബത്തിലുണ്ടായാൽ അവർക്ക് വേണ്ടി നിർവഹിക്കപ്പെടേണ്ട അഖീഖത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വശവും അതിൻ്റെ മറ്റു ഭാഗങ്ങളുമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ എന്താണ് അഖീഖത്ത് എന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ വാചകം ആദ്യം പറയാം. അൽ അഖീഖ മിനസ് സുനനിൽ മശ്റൂഅ. അഖീഖത്ത് എന്നത് അള്ളാഹുവിന്റെ ഈ ദീനിൽ സ്ഥിരപ്പെട്ട പ്രവാചക ചര്യയാണ്. വഫീഹ ശക്റു ലില്ലാഹി തആല അലാ ഹാദിഹി നിഅമത്തിൽ അളീമ. അള്ളാഹു നമ്മൾക്ക് നൽകിയ സന്താനമെന്ന നിഅമത്തിന് പടച്ചവനോട് നമ്മൾ തിരിച്ചു കാണിക്കുന്ന നന്ദിയുടെ അടയാളം കൂടിയാണത്. വ ഇഹ്സാനുൻ ഇലൽ ഫുഖറാഇ വൽ അഖാരിബ്. അതോടൊപ്പം തന്നെ നമ്മളുടെ കൂട്ടുകാർ, കുടുംബക്കാർ, ചങ്ങാതിമാർ, നാട്ടുകാർ, പാവപ്പെട്ടവർ, അവർക്ക് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ഭക്ഷണത്തിന്റെ ഭാഗം കൂടിയാണത്. സഹോദരങ്ങളെ, ഇസ്ലാമികമായി ആ വാചകം ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇസ്ലാമിക അറബി ഭാഷയിൽ ചില അക്ഷരങ്ങൾ മാറിയാൽ അതിന്റെ ആശയം മാറും എന്ന് നമ്മൾക്കറിയാം. ഇസ്ലാമിൽ ഒരു കുട്ടി ജനിച്ചതിന്റെ പേരിൽ നമ്മൾ അറിവ് നടത്തുന്നതിന് ചിലപ്പോഴൊക്കെ നമ്മുടെ സംസാരത്തിൽ അക്കീക്ക എന്ന് പറയും, ചിലപ്പോൾ ഹഖീഖ എന്ന് പറയും. ശരിയായ ഉച്ചാരണം നമ്മൾ പറയേണ്ടതും ശീലിപ്പിക്കേണ്ടതും അഖീഖ എന്നതാണ്. അതാണ് ശരിയായ ഉച്ചാരണം, അത് മാത്രമാണ് ശരിയായ അർത്ഥവും. അഖീഖ ഐനാണ് തുടങ്ങുന്നത്, അപ്പോഴാണ് അറുക്കപ്പെടുന്നത് എന്ന ഇസ്ലാമികമായ അർത്ഥം അതിന് വരിക. സഹോദരങ്ങളെ, ഇസ്ലാമിൽ അങ്ങേയറ്റം പ്രതിഫലാർഹമായ, പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച വലിയ ഒരു സൽക്കർമ്മമായിട്ടാണ് അഖീഖയെ ഇസ്ലാം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ വന്നിട്ട് അഖീഖയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നബി പറയുന്ന വാക്ക്, മൻ അഹബ്ബ മിൻകും അൻ യൻസുക അൻ വലദിഹി ഫൽയുഫ്അൽ. ആരെങ്കിലും സ്വന്തം കുട്ടിക്ക് വേണ്ടി അഖീഖ അറുക്കണം എന്ന് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, പരലോകത്ത് പുണ്യം കിട്ടണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകന്റെ ചര്യ നടപ്പിലാക്കണം എന്ന് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പടച്ചോന്റെ ഭാഗത്തുനിന്ന് വലിയ പുണ്യം കിട്ടണമെന്ന്
ഏതെങ്കിലും രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഫ്അൽ, എങ്കിൽ അയാൾ അത് നിർവഹിക്കട്ടെ, അഖീഖ നിർവഹിക്കട്ടെ എന്ന് പ്രവാചകനോട് ചോദിച്ച സഹാബാക്കളോട് പ്രവാചകൻ നൽകുന്ന മറുപടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടായപ്പോൾ പ്രവാചകൻ ചെയ്ത കാര്യം അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്അൻ ഹസനിൻ വ ഹുസൈൻ, പ്രവാചകന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി പ്രവാചകൻ അഖീഖത്ത് അറുക്കുകയുണ്ടായി. അതോടുകൂടി പ്രവാചകന്റെ പ്രവൃത്തിയിൽ വന്ന അങ്ങേയറ്റം ശ്രേഷ്ഠകരമായൊരു പുണ്യകർമ്മമായി അത് മാറുകയും അത് നമ്മൾക്ക് നിർവഹിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഹദീസായി അത് മാറ്റപ്പെടുകയും ചെയ്തു. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളടക്കമുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. അമറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ ഇതാ നമ്മളോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ബിതസ്മിയത്തുൽ മൗലൂദ്, നമ്മുടെ കുട്ടിക്ക് പേരിടണം. യൗമസ്സാബിഅ, 7ാമത്തെ ദിവസത്തിൽ. വവളഅൽ അദാ അൻഹു, തലയിൽ നിന്ന് രോമങ്ങൾ നീക്കണം, മുടി കളയണം അതേ ദിവസം തന്നെ. വൽ അഖ, അതോടൊപ്പം മറക്കാതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ അഖീഖത്ത് നിർവഹിക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങേയറ്റം പ്രതിഫലാർഹമായ പുണ്യകർമ്മമായ പ്രവാചകൻ ചെയ്തിട്ടുള്ള, പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠകരമായ ഇസ്ലാമികമായി ചെയ്യാൻ ഒരു മാതാപിതാവ് നിർവഹിക്കേണ്ട കർമ്മമാണ് അഖീഖ എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുക. കഴിയുന്നവരെല്ലാം, സാധ്യമാകുന്നവരെല്ലാം അത് നിർവഹിക്കണം എന്ന ബോധ്യം ഉണ്ടാവുകയും വേണം. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ കഴിവുണ്ടായിട്ടും അത് നിർവഹിക്കാതിരിക്കരുത്, കഴിയുന്ന ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അഖീഖയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച ചില ഹദീസുകളെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ചില വാക്കുകളാണ്. കാരണം അത് നമ്മളുമായിട്ട് മാത്രമല്ല ബന്ധം, നമ്മുടെ മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെടുത്തി പ്രവാചകൻ 1-2 വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ വാക്ക് നോക്കൂ നിങ്ങൾ. കുല്ലു ഗുലാമിൻ, ലോകത്ത് എല്ലാ മക്കളും, മുസ്ലിമീങ്ങളായ മുഴുവൻ ആൾക്കാരുടെയും മക്കളും, റഹീനത്തും ബി അഖീഖ, അഖീഖയുമായി അള്ളാഹു ആ കുട്ടിയെ ബന്ധിച്ചിട്ടാണ് നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും നമുക്കുണ്ടാവുമ്പം ആ കുട്ടിയുടെ മേൽ അള്ളാഹു അഖീഖയെ ബന്ധിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ അഖീഖ അവരുടെ മാതാപിതാക്കൾ നിർവഹിക്കുമ്പോഴാണ് ആ ബന്ധനത്തിൽ നിന്ന് ആ കുട്ടി മോചിതമാവുകയുള്ളൂ. പ്രവാചകന്റെ ഹദീസാണ്. വീണ്ടും നബി ബോധിപ്പിച്ചതാണ്, മഅൽ ഗുലാമി, ഓരോ കുട്ടിയുടെയും കൂടെയുണ്ട് പടച്ചോൻ, ഓരോ കുട്ടിന്റെ കൂടെയും വെച്ചിട്ടുണ്ട് അഖീഖ. അഖീഖ നിർവഹിക്കണം എന്ന ബാധ്യത ആ കുട്ടിയുടെ കൂടെ അള്ളാഹ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഹരിഖു അൻഹു ദമൻ, വിശ്വാസികളെ സാധിക്കണോ എല്ലാം അഖീഖ നിർവഹിക്കണം, ചെയ്യണം. സഹോദരങ്ങളെ, ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മൾ നിർവഹിക്കുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ചിലരെങ്കിലും സഹോദരങ്ങളെ അത് ചെയ്യണമെന്നില്ലല്ലോ. നമുക്കിടയിൽ ഒരു അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടോ? സുന്നത്തല്ലേ, അപ്പൊ അത് ചെയ്യണമെന്നില്ലല്ലോ. സഹോദരൻ, അങ്ങനത്തെ ഒരു സുന്നത്തല്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നൊരു സുന്നത്തല്ല. ഫഹിയ സുന്നത്തുൻ മുഅക്കദ, അങ്ങേയറ്റം ശ്രേഷ്ഠകരമായ പുണ്യമുള്ള സുന്നത്താണ്. ഫയതഅക്കദു ഫിഅലുഹാ ഫീ ഹഖ്ഖിൻ മൻ ഖദറ അലൈഹാ, സാധിക്കുന്നവരെല്ലാം അത് നിർവഹിക്കുക തന്നെ വേണം. അതിന്റെ അർത്ഥം അത് ഫർളാണ് എന്നല്ല, മറിച്ച് സുന്നത്തുൻ മുഅക്കദ. നമ്മൾക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് അല്ലാഹു ഒരു കുട്ടിയെ തന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ് നമ്മൾ എന്താ ആലോചിക്കേണ്ടതറിയോ? നമ്മൾ എത്രയോ ഖുത്ബയിൽ പറഞ്ഞല്ലോ, നമ്മളെക്കാളും പൈസ ഉണ്ടായിട്ടും ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഡോക്ടർമാരുടെ മുന്നിൽ വീട് വരെ ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം, ഒരു കുട്ടിയെ നൽകൂ, നിങ്ങൾ പരിശ്രമിക്കൂ, ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ദമ്പതിമാർക്കിടയിൽ അള്ളാഹു ഒരു വേള നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യണതിന് മുമ്പ്, ആഗ്രഹിക്കുക പോലും ചെയ്യണതിന് മുന്ന്, പ്ലാൻ ചെയ്യുക പോലും ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു സൗഭാഗ്യമായി ഒരു കുട്ടിയെ നൽകി. ഇനിയോ അതിന് ആ കുട്ടിയുടെ മേൽ അഖീഖ നിർവഹിക്കാനുള്ള സമ്പത്തും നൽകി. 2 അനുഗ്രഹം, മക്കളും തന്നു, പൈസയും തന്നു. എന്നിട്ട് നമ്മൾ അത് നിർവഹിക്കുന്നില്ലെങ്കിൽ ഞാൻ കുറ്റമാണെന്നല്ല പറയണത്. പക്ഷെ പ്രബലമായൊരു സുന്നത്ത്, പ്രവാചകന്റെ ഒരു ചര്യ, പരലോകത്ത് പുണ്യകരമായൊരു കാര്യം ബോധപൂർവം ഒഴിവാക്കുമ്പം അതൊരു പിശുക്കാണല്ലോ, അതൊരു സാധാരണ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആന്റെ വാക്കാണ്, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ഫീമാ ആതാകുമുല്ലാഹ് മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും. ആരെങ്കിലും അവനാന്റെ ജീവിതത്തിൽ അല്ലാഹ് ഖൈറായിട്ട് വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ്, അല്ലാഹു തന്ന നിഅമത്തിന് നന്ദി കാണിക്കുന്നതിന് പകരം പിശുക്കത്തരം കാണിക്കുന്ന ആൾക്കാര് അതുകൊണ്ട് ഖൈറാണ് പൈസ കൂടുന്നല്ല വിചാരിക്കേണ്ടത്. ആത്യന്തികമായി ഷർറായിട്ട് തിരിച്ചു വരും, ആ പൈസ മറ്റൊരു വഴിക്ക് പോകും എന്ന് ചിന്തിക്കുക. സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ആളുകൾ അഖീഖ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക, നീയത്തുണ്ടാക്കുക, കുറച്ച് പൈസ അതിനു വേണ്ടി എടുത്തു വെക്കുന്നൊരു ശീലം ഉണ്ടാക്കുക. അവനാന്റെ മക്കൾ ഗർഭിണിയാകുമ്പോൾ മക്കളോട് പറഞ്ഞു വെക്കുക, അഖീഖ അറുക്കനട്ടോ, ചെറിയ ചെറിയ നമ്മക്കളുടെ പൈസ എടുത്തു വെക്കനട്ടോ, കുട്ടി ജനിക്കുമ്പോഴേക്കും എന്തെങ്കിലും ആകനട്ടോ, ബാപ്പിമ്മി ഇല്ല എങ്കിൽ കൂടെ സഹായിക്കട്ടോ, നിങ്ങളും കൂടി എടുത്തു വെക്കനട്ടോ എന്ന ദീനിയായ ഒരു ചർച്ച നമ്മളെ വീട്ടിൽ ഉണ്ടാവുക. സഹോദരങ്ങളെ, അതോടൊപ്പം അഖീഖ എന്തിനെയാണ് അറുക്കേണ്ടത്, എപ്പോഴാണ് അറുക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, കൂടെ ഉണ്ടാകണം. കാരണം ഫിഖ്ഹിയായ ഒരു പഠനമാണ്. എന്തിനെയാണ് അറുക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം ദർശങ്ങളെ, അഖീഖയുമായി ബന്ധപ്പെട്ട് എന്തിനെ അറുക്കണം എന്ന് പറഞ്ഞ മുഴുവൻ ഹദീസിലും പ്രവാചകൻ പറഞ്ഞത് ആടിനെ അറുക്കണം എന്നാണ്. ഹദീസിൽ വന്നത് മുഴുവൻ ആടാണ്. ഹദീസിൽ വന്നത് പരാമർശിക്കപ്പെട്ട മുഴുവനും ആടാണ്. ഇപ്പൊ നമ്മൾക്കറിയുന്ന ഹദീസ് അറിയാം, ഉമിർന അല്ലെങ്കിൽ അമർന, പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു, അൻ നുഅഖിക അനിൽ ഗുലാം, ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അഖീഖ അറുക്കണമെന്ന്. ഷാത്താനി, രണ്ടാടിനെ, ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മുക്കാഫി അത്താനി, ഒരുപോലെയുള്ളവയാകാൻ ശ്രമിക്കണം. വഅനിൽ ജാരിയത്തി ഷാത്ത്, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ. പ്രവാചകനിൽ നിന്ന് വന്ന ഹദീസാണ്. ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട്, പെൺകുട്ടിയാണെങ്കിൽ ഒരാട്. ഇനി പ്രവാചകൻ നിർവഹിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഹദീസിന്റെ വാക്യം എന്താ അറിയോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി പ്രവാചകൻ അഖീഖ നിർവഹിച്ചു. ആരെ? കബിസൻ കബിസ, ആടിനെയാണ് പ്രവാചകൻ അഖീഖ നിർവഹിച്ചത്. ഇവിടെ നമ്മൾക്കറിയാൻ വേണ്ടി പറയാൻ, ആൺകുട്ടിയാണെങ്കിൽ 2, പെൺകുട്ടിയാണെങ്കിൽ 1. ഒരാൾക്ക് ഒരാടിനെ കഴിയുള്ളൂ, നിർവഹിച്ചാൽ മതി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അവനാന്റെ കഴിയപ്പെട്ടത് അല്ലാത്തൊരു കാര്യം അല്ലാഹു നിർബന്ധിക്കൂല. നമുക്കൊന്നാ കഴിയണത് 1 നിർവഹിക്കുക. 2 കഴിയോ, 2 നിർവഹിക്കുക, സംശയമല്ല. ഇവിടെ ഒരു ഹദീസിൽ വന്നൊരു പരാമർശം നമുക്ക് ഒന്നുകൂടി നല്ലതാകാൻ വേണ്ടി പറയാൻ, മുക്കാഫി അത്താനി, 2 ആടിനെ അറുക്കുന്നവർ പറ്റുമെങ്കിൽ അന്വേഷണത്തിൽ പരമാവധി സമാനത പുലർത്താൻ വേണ്ടി ശ്രമിക്കണം. ഹദീസ് അങ്ങനെ വന്നതുകൊണ്ടാട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ആടിനെ അറുക്കാൻ, 1 ആണും 1 പെണ്ണും അറുത്തൂടെ പറ്റും. എന്നാൽ 2ഉം ഏതെങ്കിലും ഒരേ ഇനമാകാൻ നന്ന്. കാരണം ഹദീസിൽ അങ്ങനെ വന്നതുകൊണ്ട് നോക്കാമല്ലോ, പരിശോധിക്കാമല്ലോ. 2ഉം ഏകദേശം ഒരേ പ്രായവും ഏകദേശം സമാനമായൊരു തൂക്കവും അങ്ങനെ ഏകദേശം സമാനമായൊരു വയസ്സൊക്കെ ആകുന്നത് നല്ലതാണ്. അല്ലാത്തതും ചെയ്യാ. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരാൾ വിളിച്ചു ചോദിക്കുമ്പോൾ, എടാ 2 നോക്കുമ്പോ ഏകദേശം ഒരേപോലെ ആകാൻ നോക്കണട്ടോ എന്ന് നമുക്ക് പറയാമല്ലോ. അന്വേഷണത്തിന് കൂലിണ്ടാകുമല്ലോ. ഹദീസിൽ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങൾ, അതുകൊണ്ട് ആൺകുട്ടികൾക്ക് 2ഉം പെൺകുട്ടികൾക്ക് 1ഉം. പിന്നെ അഖീഖയുടെ മൃഗവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ മുഴുവൻ ഫിഖ്ഹും ഉളുഹിയത്തിന്റെ ബലിമൃഗവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പരമാവധി ന്യൂനതകളില്ലാത്തത് അന്വേഷിക്കേണ്ടതാണ്. ചെറിയ ന്യൂനത അത് പ്രശ്നമല്ല. എന്നാൽ പരമാവധി ന്യൂനതയില്ലാത്ത ബലിമൃഗത്തെ അഖീഖയ്ക്ക് വേണ്ടിയും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പ്രവാചകന്റെ ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ? ദുൽഹിയത്തുമായി ബന്ധപ്പെട്ടും ഇത് തന്നെയാണ് അഖീഖത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. 4 കാര്യങ്ങൾ. ലാ തുജ്സിഉ ഫീ അളാഹി, ഇങ്ങനെയുള്ള മൃഗങ്ങളെ നിങ്ങൾ ഉളുഹിയത്ത് നിർവഹിച്ചാൽ അത് സ്വീകരിക്കൂല. ബോധപൂർവ്വമായിട്ട് പറഞ്ഞത്, ബോധപൂർവം. അത് അഖീഖത്തിനും ബാധകമാണ്. ഒന്നെന്താ അറിയോ? 1 ഔറാഉൻ അൽ ബയ്യിന ഔറുഹാ, തീരെ കാഴ്ചയില്ലാത്ത ഒരു മൃഗം, ഒരു ബലിമൃഗം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂനത ഉണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ കാഴ്ചയില്ലാത്ത പോലെ വയസ്സയിക്കണ്, അങ്ങേറ്റ എത്തിക്കണ്, എങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. വൽ മരീദുൽ ബയ്യിനു മറളുഹാ, രോഗിയാണ്, സ്വാഭാവികമായിട്ട് അത് ചാകാനായി നിൽക്കാണ്, എല്ലും തോലയിക്കണ്, അങ്ങേറ്റെത്തിക്കണ്, അതിനെയും നമ്മൾ ഒഴിവാക്കണം. വൽ അർജാഉൽ ബയ്യിനു വൽഉഹാ, നടക്കാൻ കഴിയാതെ
ശാരീരികമായി അവശനായി ബുദ്ധിമുട്ടുള്ള ഒരു നാൽക്കാലിയാണെങ്കിൽ അതിനെയും നമ്മൾ ഒഴിവാക്കണം. വൽ കസീറത്തുല്ലത്തി ലാ തുൻഖി, ഹദീസിൽ വന്ന വാക്ക് മജ്ജയില്ലാത്തത് അഥവാ ദുർബലമായിട്ട് കാണുമ്പോ തന്നെ നമുക്കറിയാം എല്ലും തോലുമായിട്ടുള്ളതാണ്, ന്യൂനതണ്ട്, അസുഖണ്ട് എങ്കിൽ അവയെ ഒഴിവാക്കേണ്ടതാണ്. സഹോദരങ്ങളെ, പരമാവധി ന്യൂനതയില്ലാത്ത ആടാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ, പണ്ഡിതന്മാരുടെ ചർച്ചയുള്ളത് കൊണ്ടുവരാൻ നമ്മളെ ബാധിക്കൂലെങ്കിലും ചെമ്മരിയാടാണെങ്കിൽ 6 മാസമെങ്കിലും കഴിഞ്ഞ, അത്യാവശ്യം നമ്മൾക്ക് ആരോഗ്യമുള്ള, ന്യൂനത വളരെ കുറഞ്ഞ നാൽക്കാലിയെയാണ്, ആടിനെയാണ് നമ്മൾ അഖീഖത്തായി ആൺകുട്ടികൾക്ക് 2ഉം പെൺകുട്ടികൾക്ക് 1ഉം അറുക്കേണ്ടത്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു ചോദ്യം, ആടല്ലാത്തതിനെ അറുക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി പറയാണ്, ഹദീസുകളിൽ വന്നത് മുഴുവൻ ആടാണ്. അതുകൊണ്ട് ആടിനെ അറുക്കലാണ് ശ്രേഷ്ഠത, ആടിനെ അറുക്കലാണ് പുണ്യം കൂടുതൽ, ആടിനെ അറുക്കലാണ് പ്രയോറിറ്റി. ആടിനെ അറുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ ചർച്ച നടത്തേണ്ടത്. എന്നാൽ ആടല്ലാത്തതിനെ അറുക്കാമോ? ജായിസാണ്. എന്തുകൊണ്ട്? പ്രവാചകൻ ആടിനെ അറുത്തു എന്നതല്ലാത്ത ഹദീസുകളുണ്ട്. ആ ഹദീസിൽ മറ്റൊരു മൃഗത്തെ അറുത്തു എന്നല്ല, നിങ്ങൾ അറുത്തോളൂ എന്ന് പറഞ്ഞ ഹദീസുണ്ട്, അറുത്തോളൂ. അതിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഹദീസിൽ ആട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉളുഹിയത്ത് പോലെ നമ്മൾക്ക് വേണമെങ്കിൽ ഒട്ടകത്തെയും മറ്റുള്ളവയെയും അറുക്കാം. പണ്ഡിതന്മാരുടെ ഫത്വ എങ്ങനെയാണ്? ലം യസ്ബുത്ത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അന്നഹു അഖബി ബഈരിൻ, ഒരു ഒട്ടകത്തിൻ നബി അറുത്തതായിട്ട്, അഖീഖത്ത് അറുത്തതായിട്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. വലാകിൻ, പക്ഷേ ഫഅലഹു ബഅദു സലഫ്, പിന്നീട് വന്ന പണ്ഡിതന്മാർ, താബിഉകൾ, പ്രവാചകന്റെ ചില ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് അവർ ഒട്ടകത്തെ അഖീഖ അറുത്തിട്ടുണ്ട്. അതുകൊണ്ട് വഅജാസഹുൽ ഫുഖഹാ, ആ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുവദനീയമാണ്. നമുക്ക് പോത്തിനറുക്ക, കാളനറുക്ക, ഒട്ടകത്തറുക്ക. പക്ഷെ വീണ്ടും 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 പറയാൻ, നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റിയും കൂലി കൂടുതലും ശ്രേഷ്ഠതയും പരിഗണിക്കേണ്ടതും ചർച്ചയ്ക്ക് തുടക്കമിടേണ്ടതും ആടിനെ അഖീഖത്ത് അറുക്കുന്നത് തന്നെയാണ്. ഒരു സംശയമല്ല. അതുകൊണ്ടാണ് വീണ്ടും ഇമാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്ക് പറയാൻ, ലൗ അഖബി ബഈരിൻ ഔ ബഖറത്തിൻ ജാസ്, ഒരാൾ ഒട്ടകത്തെ അഖീഖ അറുക്കാണ്, ഒരാൾ പശുവിനെ അഖീഖ അറുക്കാണ്. പശുവിനും ഒട്ടകത്തിനും ആടിനേക്കാളും മാംസമുണ്ട്. ആ മാംസം കൊണ്ട് ആടിന്റെ അഖീഖ വിതരണത്തിനേക്കാളും 5 ഇരട്ടി ആളുകൾക്ക് മാംസം എത്തിക്കാൻ കഴിയുന്നുണ്ട്. അനുവദനീയാണ്. പക്ഷേ വലാകിൻ അശാത്തു അഫ്ദൽ, പക്ഷേ 100 കിലോ പോത്തിന്റെ മാംസം അഖീഖ നിർവഹിക്കുന്നതിനേക്കാൾ 250 കിലോ 300 കിലോ ഒട്ടകത്തിന്റെ മാംസം അഖീഖ നിർവഹിക്കുന്നതിനേക്കാൾ 25 കിലോ 30 കിലോ 40 കിലോ വരുന്ന ആടിന് 1 വയസ്സ് പൂർത്തിയായ ആടിന്റെ അഖീഖത്തിനാണ് അള്ളാന്റേക്കെന്ന് കൂലി കൂടുതൽ. നമ്മൾ ദീൻ അങ്ങനെ പഠിച്ചു പോണം. അതുകൊണ്ട് അങ്ങനെ സ്പഷ്ടമായിട്ട് പറയണേ, തൗഹീദി മഹല്ല അതുകൊണ്ട് അങ്ങനെ പറയണേ. മാംസം അതായിരിക്കും കൂടുതൽ. പക്ഷെ പ്രവാചകന്റെ സുന്നത്തിൽ ഏറ്റവും ശ്രേഷ്ഠതാണ്. നിർവഹിക്കാം, പക്ഷെ പുണ്യം ഇതാണ്. എന്നാണ് നിർവഹിക്കേണ്ടത്? ഇങ്ങനെ പഠിക്കണം സഹോദരങ്ങളെ. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം എന്നും നിർവഹിക്കാം. ഞാൻ ബോധപൂർവമാണ് കുട്ടി ജനിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു. കാരണം ചിലരെങ്കിലും ഗൾഫിലേക്ക് പെട്ടെന്ന് പോകാണ്ടാകുമ്പോൾ അവർ ലീവ് കഴിഞ്ഞാൽ നീട്ടാൻ, എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർക്ക് ലീവ് കിട്ടുന്നില്ലെങ്കിൽ വിളിച്ചു ചോദിക്കാറുണ്ട്. നോക്കി, അടുത്ത ചൊവ്വാഴ്ചയാണ് ഡോക്ടർ ഡേറ്റ് പറഞ്ഞത്, ഞാനിപ്പോ ഇന്ന് പോണം, എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് അഖീഖ നിർവഹിക്കാമോ? സഹോദരങ്ങളെ, കുട്ടിയുടെ പേര് വേണമെങ്കിൽ കണ്ടക്കാം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു പേര് കണ്ടക്ക. പക്ഷേ കുട്ടി ജനിച്ചതിന് ശേഷമേ അഖീഖയുള്ളൂ. അതുകൊണ്ട് കുട്ടി ജനിച്ചതിന് ശേഷം അടുത്ത സെക്കൻഡിൽ അഖീഖ അറുക്കാം. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം 7ആണ്. അത് ഹദീസുകൾ വന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് 7ആണ്. 1ന്റെ അന്ന് അറുക്ക, 6 വരെ അറുക്ക, 7ന് ശേഷം എന്നും അറുക്ക. ശ്രേഷ്ഠം 7ആണ്. ജനിച്ച ആ സെക്കൻഡ് മുതൽ എന്നും അറുക്കാവുന്നതാണ്. കാരണം ഹദീസുകൾ മുഴുവൻ തുദ്ബഹു അൻഹു യൗമുസ് സാബിഅ,
പ്രവാചകൻ പറഞ്ഞതുപോലെ 7ാമത്തെ ദിവസം അറുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെന്തറിയോ? ചിലരെങ്കിലും ധരിച്ചു വെച്ചൊരു വാക്കിന് അത് പറഞ്ഞു പോകണം. 7 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 21 അങ്ങനെ ഉദ്ധരിച്ച ഹദീസ് അങ്ങേയറ്റം ദുർബലമായ ഹദീസാണ്. അങ്ങനെ നിയമം ഇസ്ലാമിലില്ല. വീണ്ടും പറയാൻ 7ന് ശ്രേഷ്ഠത ഉണ്ട്. എന്നാൽ 7 കഴിഞ്ഞാ പിന്നെ 14, അത് കഴിഞ്ഞാ പിന്നെ 21. ആ ഹദീസ് ഇങ്ങനെയാണ്: ഔ യൗമുർ റാബിഅ അശർ ഔ യൗമുൽ ഹാദി വൽ 20, ഒന്നുകിൽ 14 അല്ലെങ്കിൽ 21. അത് ദഈഫൻ ജിദ്ദ, അങ്ങേറ്റം ദുർബലമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞിട്ട് അവസാനമായി പണ്ഡിതന്മാർ പറഞ്ഞ അവസാനത്തെ വാക്ക് അസുന്ന, പ്രവാചക ചര്യയിൽപ്പെട്ടത് അൻ തുദ്ബഹുൽ അഖീഖ യൗമുസ് ലിസാബിഅ, 7ാമത്തെ ദിവസം അഖീഖ അറുക്കലാണ്. ഫഇൻ ഫാത, എങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എങ്കിൽ ഫഫി അയ്യി യൗമിൻ ഷാ, പിന്നെ ഏത് ദിവസവും തുല്യമാണ്. പിന്നെ 14 കാത്തുക്കണ്ട. ഒരാൾക്ക് ഞാൻ വീണ്ടും പറയാൻ, നേരത്തെ പോണം, ഒരു വാപ്പക്ക് നേരത്തെ പോണം, 1ാം ദിവസം അറുക്ക, 2ാം ദിവസം അറുക്ക. 7ന്റെ ആ ശ്രേഷ്ഠത കിട്ടൂലെന്നേ ഉള്ളൂ. അയാൾക്ക് അയാൾ ഉണ്ടാകുമ്പോൾ ഉറക്കണമെന്ന് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് 7ന് ശ്രേഷ്ഠത, ബാക്കി ഏത് ദിവസവും അറുക്കാം. ഏറ്റവും അവസാനത്തെ ഭാഗം, ആ മാംസം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ മാംസം നമ്മൾക്ക് എന്താ നിർവഹിക്കാൻ പറ്റുക? സഹോദരങ്ങളെ, ഉളുഹിയത്തിന്റെ അതേ നിയമമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താണെന്നറിയോ? അത് നമ്മൾക്ക് കഴിക്കാം, നമ്മൾക്ക് സ്വതക്ക ചെയ്യാം, നമ്മൾക്ക് അയലോക്കക്കാരെ വിളിക്കാം, നമ്മൾക്ക് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിക്കാം. അതിൽ പാവപ്പെട്ടവരും ഉൾപ്പെടണം. അത് പൊതുമര്യാദയാണ്. നമുക്ക് എന്തോ ഈ കാര്യത്തിൽ ചെയ്യാം. പ്രത്യേകമായൊരു നിർണയം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ലാ ഹറജ, ഇസ്ലാമിൽ പ്രശ്നമില്ല. അയ്യുഖസ്സിമ ലഹമൽ അഖീഖ, അഖീഖത്തിന്റെ ഇറച്ചി വീതം വെക്കുന്നത് എന്തൊക്കെയായിട്ട്? ഒന്നുകിൽ അത് യുഅ്കലു മിൻഹാ, അതിന് നമുക്ക് കഴിക്കാം. പിന്നെയോ വയതസദ്ദഖു ബിഹാ, അത് സ്വതക്ക ചെയ്യാം. അല്ലെങ്കിലോ വതത്ബഖ്, അത് പാചകം ചെയ്യാം. പിന്നെയോ ബാക്കിയുള്ള സാധുക്കൾക്ക് അത് കൊടുക്കാം. അതുകൊണ്ട് ഒന്നുകൂടി ഔ യുസ്നഉ മിൻഹാ അൽ വലീമ, അതുകൊണ്ട് സദ്യ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കാം. അതും ഇസ്ലാം നമ്മൾക്ക് അനുവാദം നൽകാൻ. അതിലേക്ക് അമുസ്ലിം സഹോദരങ്ങളെ ക്ഷണിക്കാൻ പറ്റോ? അഖീഖത്തിന്റെ ഇറച്ചിയിലേക്ക് അമുസ്ലിം സഹോദരങ്ങളെ ക്ഷണിക്കാൻ പറ്റോ? യജൂസു, ഇസ്ലാമികമായി അനുവദനീയമാണ്. അയ്യുത്തിഅമ മിൻഹാ അൽ മുസ്ലിമുൽ അഖാരിബ് വൽ ഫുഖറാ വഗൈറു മുസ്ലിമീൻ, മുസ്ലിമാകട്ടെ അമുസ്ലിം സഹോദരങ്ങളാകട്ടെ, പാവപ്പെട്ട അടുത്ത ബന്ധങ്ങളിലുള്ള അമുസ്ലിം സഹോദരങ്ങളെയും ഈ അഖീഖയുടെ ഭക്ഷണത്തിലേക്ക്, അതിന്റെ മാംസം കൊടുക്കുന്നതിലേക്ക് അവരെയും പരിഗണിക്കുന്നതിൽ ഇസ്ലാമിൽ പ്രശ്നമില്ല. സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ഇതുവരെ പറഞ്ഞ നിയമമാണ്. ഇനി ഇവിടെ ഒരു കാര്യം അറിയണം. അഖീഖ കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അവരുടെ പിശുക്കുന്ന് മോചിതമാകണം. രണ്ടാമത്തെ ഒരു കാര്യം എന്നറിയോ? അഖീഖ നിർവഹിക്കുന്ന ആൾക്കാർ, എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ നിർവഹിക്കുന്നുണ്ട്. മനസ്സിലൊരു കാര്യം ഉണ്ടാകുക, നമ്മൾ അഖീഖ നിർവഹിക്കണത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും പടച്ചോന്റേക്കെന്ന് കൂലി കിട്ടാനും വേണ്ടി മാത്രാണ്. ഇതെന്തിനങ്ങനെ പറയണറിയോ? തറവാടിത്തം കാണിക്കാനോ വലിയ ആളാകാനോ കുടുംബമഹിമ കാണിക്കാനോ ആണ് ചിലരെങ്കിലും അഖീഖ നടത്തുന്നത് എന്നത് അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഖുർആന്റെ വാക്ക് മൻ അറാദൽ ആഖിറ വസഅലഹ വസഅയഹ ഫഹുവ മുഅ്മിനുൻ. ഒരാൾക്ക് അള്ളാന്റേക്കെന്നുള്ള കൂലിയാണെങ്കിൽ അള്ളാന്റേക്കെന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആ കാര്യം ചെയ്യണം. ഇന്റെ തറവാട്ടിൽ ഇന്ന് വരെ ആരും അർക്കാതെ നിന്നിട്ടില്ല, അതൊന്നും നീയത്ത് നല്ലതല്ല. നമ്മൾ അർത്തിട്ടില്ലെങ്കിൽ പോലും എന്താ പറയാ, അതൊന്നും നല്ല നീയത്തല്ല കൂട്ടരെ. നമ്മൾ തൗഹീദുള്ളവരൊക്കെ ഒഴിവാക്കുന്ന നീയത്താണ്. ഞാൻ അഖീഖ അർക്കിന്റെ ഒറ്റ കാരണമുള്ളൂ, പടച്ചോന്റേക്കെന്ന് കൂലിട്ടണം, അതുവഴി സ്വർഗം കിട്ടണം, എന്റെ കുട്ടിയിൽ അള്ളാഹു ബന്ധനസ്ഥനാക്കി എന്ന് പറഞ്ഞ റഹീനത്ത് എന്റെ കുട്ടിയിൽ നിന്ന് ഒഴിവാക്കണം. കഴിഞ്ഞു. അതിന് കിട്ടുന്ന ഇറച്ചിയോണ്ട് ഞാൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തണേ അത് ചെയ്യും. പക്ഷേ തറവാട്ടിൽ ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണ്. ഇന്ത്യയൊക്കെ കായില്ലെങ്കിലും അങ്ങനെ വേണ്ട. അതിന് അള്ളാന്റെ വാക്കെന്താ അറിയോ? വലഹും വലം യകുൽ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അവർക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല. ദുനിയാവിൽ അവർ ചെയ്തു അവർ വിചാരിക്കും. നമ്മളത് എന്റെ പരിണിത ഫലം എന്താ അറിയോ? പലിശക്കെടുത്തിട്ട് അഖീഖ നിർവഹിക്കുന്ന ആൾക്കാരുണ്ട്. പലിശക്കെടുത്തിട്ട് അതിന്റെ ഹുക്കുമ നിങ്ങൾ അഖീഖ എന്ന് പറഞ്ഞാൽ പ്രബലമായ മുഅക്കദായ സുന്നത്താണ്. പക്ഷെ അതിന് പലിശക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഹറാമാണ്. ആ ഹറാമ് കൊണ്ട് ഇത് ചെയ്താൽ എങ്ങനെ അല്ലാഹു സ്വീകരിക്കുക? ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ്, ശുദ്ധമല്ലാത്തൊന്നും അല്ലാഹു സ്വീകരിക്കുക. എന്തേ കാരണം അറിയോ? അഖീഖ അർക്കാതെക്കാൻ പറ്റൂല. എന്തേ കാരണം? പരലോക സ്വർഗ അല്ല, പിന്നെ
അത് മോശമാണ്. അത് നീയത്ത് ശരിയല്ല. സോങ്ങളെ, ദീൻ പഠിക്കാത്തതിന്റെ ഗുരുതരമായ അപകട വിഷയത്തിലുണ്ട്. പണയം വെച്ചിട്ട് അക്കീക്കർക്ക് ചെയ്യാൻ പറ്റൂല. ഹറാമായ ഒരു കാര്യം ചെയ്തിട്ട് ഇസ്ലാം പഠിപ്പിച്ച ഒരു പുണ്യകർമ്മം ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുക. തറവാടിത്തത്തിനോ ആളാകാനോ ചെയ്യേണ്ടതല്ല. അതേപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര മുതലാളി, സാമ്പത്തിക നല്ല മുതലാളി ഉണ്ട്. അയാൾ 2 ആടിനർത്തു. ശരിക്കും കേൾക്കണം, 25 കിലോന്റെ 2 ആടിനർത്തു. അപ്പൊ അയാൾക്ക് ആ 25 കിലോ 2 ആട് ഏകദേശം 50 കിലോ അയാളത് വീതം വെച്ചു, അക്കീക്ക കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി പിടിച്ചു. ബാക്കിയുള്ളവൻ അവിടെ നിന്നുണ്ട്. ഇത് ഇത്ര വലിയ മുതലാളിയായിട്ട് എങ്ങനെ 2 ആടിനെ, എനിക്ക് 2 പശുവിനെ അർത്തൂടെ? ഇതെപ്പോഴും ഇങ്ങനെ പിസ്കത്തരാൻ. അതിന്റെ വാക്കാണ്. നമ്മൾ അറിവില്ലാത്തതുകൊണ്ടാണ് അള്ള പുറത്തരട്ടെ. അല്ലെങ്കിൽ സൗങ്ങളെ അത് വിഡ്ഢിത്താണ്. ഒരാൾ 2 ആടിനെ അറുക്കുന്നത് ഒരാൾ അതിന്റെ 10 ഇരട്ടിയുള്ള ഒട്ടകത്തറക്കുന്നതിനേക്കാളും അഖീഖയുടെ വിഷയത്തിൽ ഇതാണ് പുണ്യം. കാര്യം നബി അതാ പഠിപ്പിച്ചത്. അവിടെ നിന്നാ മതി. നമുക്ക് എന്തുകൊണ്ട് അത് വലുതായിട്ട് ഒന്നറിയോ? തറവാടിത്തം തെളിയിക്കാൻ നോക്കിയിട്ടാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് പണ്ഡിതന്മാർ ചോദിച്ചു, ഒരാടിനർത്തു 25 കിലോനാ കിട്ടിയേ. സാന്ദർഭമായിട്ട് പറയാൻ 25 കിലോനാ കിട്ടിയത്. ഒരു 30 കിലോനും കൂടി 30 കിലോനാണ് വേണ്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി അത് വിശാലമാക്കാമായിരുന്നു. എങ്കിൽ പണ്ഡിതന്മാരുടെ വാക്കെന്തറിയോ? 5 കിലോൻ ആട്ടിറച്ചി സ്വതക്കയുടെ നീയത്തിൽ വാങ്ങുക. അഖീഖയുടെ 25ന്റെ കൂടെ 5 കിലോൻ ആട്ടിറച്ചി സ്വതക്കയുടെ നീയത്തിൽ വാങ്ങുക. എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുക. അഖീഖയുടെ നിർവഹണം നടന്നും ചെയ്തു. കുടുംബ ബന്ധം ചേർത്തിയതിന്റെ 5 അത് സ്വതക്കയുടെ നീയത്താണ്, അഖീഖത്തിന്റെ കൂലിയല്ല. അങ്ങനെ നിർവഹിക്കാം. അപ്പോഴും അഫ്ദലിന് ശ്രേഷ്ഠത നൽകണം. ഈ പറയുന്നതൊക്കെ എന്തിനാണ് സ്വങ്ങളെ? നിർവഹിക്കുക, കഴിയുന്നിടത്തോളം നിർവഹിക്കുക. പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഏറ്റവും പുണ്യകരമായത് തന്നെ നമ്മൾ മുൻപന്തിയിലേക്ക് എടുക്കുക. ഹറാമ് ചെയ്തോ, പലിശക്കെടുത്തോ, നാട്ടുകാരെ ബോധിപ്പിക്കാനോ, പരലോകത്ത് കുറ്റം കണ്ട രൂപത്തിൽ ഒരു അഖീഖയോ ഒരു സൽക്കാരമോ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. ഇത് നമ്മുടെ മനസ്സിൽ ബോധ്യമുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു സംഗതി മുടി കളയിച്ചിലാണ്. ആയത്തോ ഹദീസുകളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, നമുക്ക് ചെയ്യുന്നതാണ്. ഇതിലൊറ്റ വാചകം, മുടി കളയുന്നത് പുണ്യമാണ്. ഞാൻ എന്തിനത് ഈ പുണ്യം പ്രവാചക ചര്യ എന്നൊക്കെ പറഞ്ഞു തരാം. അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ രാവിലെ വെച്ച് പല്ലേക്കണമായിട്ടൊരു സംഗതി അല്ല. പല്ലേക്കുമ്പോഴും നീയത്ത് വെച്ചാൽ കൂലുണ്ട്, വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ നീയത്ത് വെച്ചാൽ കൂലുണ്ട് എന്നുള്ള പോലെ തന്നെ മുടി കളയുമ്പോഴും ഇത് പ്രവാചകൻ പറഞ്ഞൊരു സുന്നത്ത് കർമ്മം ചെയ്യുകയാണ് എന്ന നീയത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് പുണ്യകർമ്മമാണ് എന്ന് പറയുന്നത്. നമുക്ക് ബോധ്യം ഉണ്ടായിട്ടും നമുക്ക് മുടി കളയുമ്പം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പുണ്യകർമ്മമാണ് പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ പറഞ്ഞ പോലെ പേരക്കുട്ടികളെ മുടി കളഞ്ഞപ്പം പ്രവാചകൻ ആടിനറുത്തു. എന്നിട്ട് വഖാല യാ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, മകളോട് പറഞ്ഞു, യഹ്ലിഖി റഅസ, അഖീഖ കഴിഞ്ഞതിന് ശേഷം മുടിയെടുക്ക്. വതസദ്ദഖി ബിസിനതി ശഅരിഹി ഫിദ്ദ, ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി ദാനധർമ്മം ചെയ്യുന്ന പുണ്യമാണ്. സ്വർണം വഈഫായ ഹദീസാണ്, ഇല്ല. വെള്ളി ദാനധർമ്മം ചെയ്യുന്ന പുണ്യാണ്. അപ്പം അതിന്റെ പണ്ഡിത ചർച്ച വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തൂക്കി വെക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളില്ല. പരിഗണിക്കുക, ഒന്നുകിൽ 2 ഗ്രാം മുതൽ 5 ഗ്രാം അതിൻ്റെ ഉള്ളിലായിരിക്കും ഏകദേശം ഉണ്ടാകുക. നമ്മളെ ഒരു 3 ഗ്രാം വെള്ളിക്ക് ഞാൻ ഇന്നലെ നോക്കുമ്പം മാക്സിമം ഉണ്ടാവും 1200 റുപ്യാണ്. പറ്റുമെങ്കിൽ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല, കഴിയണ ആൾക്ക്. അപ്പൊ എനിക്ക് കഴിയും, നമുക്ക് കഴിയും, അൽഹംദുലില്ലാഹ് നമുക്ക് കഴിയും. വലിയ ഭാരി ചെലവൊന്നുമില്ലെങ്കിൽ ചെയ്യാൻ കഴിയും. നമ്മൾ ഇത്ര ചെയ്താലേ പടച്ചോൻ നമുക്ക് സന്തോഷമായിട്ട് നൽകിയതല്ലേ. പറ്റുമെങ്കിൽ ആ തൂക്കത്തിന് 4 ഗ്രാമിനോ 5 ഗ്രാമിനോ 3 ഗ്രാമിനോ നമുക്ക് പറ്റുന്ന അന്നത്തെ വെള്ളി അതിന്റെ ഗ്രാമിന് കണക്കാക്കിയിട്ട് അതുകൊണ്ട് സ്വതക്ക കൊടുക്കുക. ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടതാണ്, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. സ്വർണം എന്നത് ഹദീസിൽ വന്നിട്ടില്ല, വഈഫാണ്, ചെയ്യേണ്ടതില്ല. പിന്നെ മുടി കളയലും അഖീഖത്തും പേരിടലും ഒക്കെ ഒരേപോലെ ഹദീസിൽ വന്നതാണ്. എന്നാൽ ഇനി പറയണ 3 കാര്യം ശ്രദ്ധിക്കണം കേട്ടോ സഹോദരിമാർ. പ്രത്യേകിച്ചു മുടി കളയലും അഖീഖത്തും ഒരേ ദിവസം ആകണമെന്നോ ഒരേ സമയം ആകണമെന്നോ
ആദ്യം ഇന്നതാകണം രണ്ടാമത് ഇന്നതാകണം എന്നോ ഇസ്ലാമിൽ കൽപ്പനയില്ല. ഒരേ ദിവസമാകാം, ആകാതക്കാം. ഒരേ സമയമാകാം, ആകാതക്കാം. ആദ്യം മുടി കളയാം, ആദ്യം അഖീഖത്ത് ചെയ്യാം. ഇസ്ലാമിൽ ഒരു കൽപ്പനയും ആ വിഷയത്തിലില്ല. ഇതെന്തിനാ പറയണറിയോ? നമ്മുടെ നാട്ടിലുള്ളത് പലർക്കും അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മഹലിൽ അത്ര ഉണ്ടാവില്ല, എന്നാലും കെട്ടിക്കൊണ്ടോലൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? ഒരു വാപ്പ ഗൾഫിക്ക് പോകാൻ നിൽക്കിയതിക്കൊള്ളി, ഗൾഫിക്ക് പോകാൻ നിൽക്കുകയാണ്. അയാള് ഞാൻ അഖീഖ നിർവഹിച്ചിട്ട് പോകാം, 4-ാം ദിവസം പോവുകയും എനിക്കത് ലീവില്ല, നിങ്ങളൊരു കാര്യം ചെയ്യണി, 7-ാം ദിവസം മുടി കളിഞ്ഞാൽ മതി. ഫസ്റ്റ് അവിടുന്ന് ആരെങ്കിലും നീച്ചിട്ട് പറയും അഖീഖയും മുടിയും അത് രണ്ട് ദിവസമാക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഫത്തിബേട്ടാ പറയാ, അത് രണ്ട് ദിവസമാക്കാൻ പറ്റില്ല കേട്ടോ. രണ്ട് ദിവസമാക്കാം, രണ്ടും ഒരു ദിവസമാക്കാം. ഒന്ന് രാവിലെ ആക്കാം, ഒന്ന് വൈകുന്നേരം ആക്കാം. ഒന്ന് ജീവിതത്തിൽ ജനിച്ച അന്നും ആക്കാം, ഒന്ന് കഴിഞ്ഞിട്ട് 7-ാം ദിവസം. ഇതൊന്നും ഇസ്ലാമിൽ പ്രശ്നമല്ല. എന്നിട്ട് പലപ്പോഴും നടക്കണത് എങ്ങനെ അറിയോ? ഒരു ദിവസം മാത്രല്ല, വീടിന്റെ അപ്പുറത്ത് അറുവാരനെങ്ങനെ വെക്കും, ഇപ്പുറത്ത് കുട്ടിന്റെ കഴുത്തില് തലയുടെ മുകളിൽ ബാർബർ ഷാപ്പ് താളിയും കൊണ്ട് വെക്കും. എന്നിട്ട് രണ്ടാളും റെഡി 1 2 3. ഇവിടെ മുടി കളയുമ്പോ തന്നെ അവിടെ ചോര പൊടണം, ഇവിടെ മുടി പോകുമ്പോ തന്നെ അവിടെ അറക്കണം. ഖുറാഫാത്ത് ഇങ്ങനെ കേറി വരിക. എന്നിട്ട് അതിൽ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പെരീന്ന് മരോളും അമ്മായിയും കച്ചറുണ്ടാക്കുക. ഇതൊക്കെ ഖുറാഫാത്ത് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോകാത്തതിന്റെ അടയാളാണ്. സുഹൃത്തുക്കളെ, ഒരാൾക്ക് വീട്ടിൽ നിന്ന് മുടി കളയിച്ച് നടത്താം, ഗൾഫിൽ നിന്ന് അഖീഖത്ത് നിർവഹിക്കാം. ഇനി അഖീഖത്ത് നിർവഹിക്കാൻ ഇസ്ലാമിന്റെ നിയമം പെട്ടെന്ന് പറയാൻ, നമുക്ക് ഒന്നാമത്തെ കുട്ടി ഉണ്ടായി, പൈസ ഇല്ല, നമുക്ക് നിർബന്ധമല്ലല്ലോ, ഇല്ല. 10 കൊല്ലം കഴിഞ്ഞ് 3 കുട്ടികളായി, പൈസ ഉണ്ടായി. 10 കൊല്ലത്തിന് ശേഷം 3 കുട്ടികളെ അഖീഖത്ത് അന്ന് നിർവഹിച്ചാലും മതി. 10 കൊല്ലം കഴിഞ്ഞ് 25 കൊല്ലം നമ്മൾ മരിക്കാൻ നേരത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തികമായി സുസ്ഥിരത ഉണ്ടായി, അല്ലെങ്കിൽ അന്നൊന്നും ചെറുപ്പത്തിൽ നമുക്ക് അറിയില്ല, ഇനി ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടായി, ഇപ്പം നിർവഹിക്കാൻ സ്വങ്ങളെ അഖീഖത്ത് ഇപ്പം നിർവഹിക്കാം. എന്തിനേറെ ഇസ്ലാമിക ലോകത്ത് ചർച്ച എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു, നമ്മളെ വാപ്പിമി നിർവഹിച്ചില്ല, പിസ്കനാകാം, ചിലപ്പം വാപ്പിമി മുസ്ലിം ആകാം, ഓൾക്ക് ഇതിനെപ്പറ്റി ഗൗരവമല്ല. എനിക്കറിയാം വാപ്പിമി നിർവഹിച്ചിട്ടില്ല, ഇന്ത്യയൊക്കെ പൈസ ഉണ്ട്, എനിക്ക് എന്റെ അഖീഖത്ത് നിർവഹിക്കണം എന്നല്ലോ, നിർവഹിക്കാം, പുണ്യമുണ്ട്. അതുകൊണ്ട് മുടി കളയുന്നതും ബലിമൃഗത്തറുക്കുന്നതും ഒരേ ദിവസമാകണമെന്ന് തെറ്റില്ല, ആകണം എന്നതും ഒരേ സമയമാകണം എന്നുള്ളതും 2 ഭാഗത്ത് ഒന്നിച്ച് കത്തിയേക്കണം എന്നുള്ളതും ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ്. നമ്മുടെ മഹലിലൊന്നും നമ്മുടെ കുടുംബത്തെ ഒഴിവാക്കണം, സൗകര്യപൂർവ്വം ചെയ്യാം. ഈ സുന്നത്തുകളാണ് നമ്മൾ പാലിക്കേണ്ടതുള്ളൂ. അതോടൊപ്പം അടുത്ത ചർച്ചയാണ്, ആരാണ് കുട്ടിനെ പിടിച്ചെടുക്കേണ്ടത്? ആരും പിടിച്ചെടുക്കുക, സൗങ്ങളെ ആരും പിടിച്ചെടുക്കുക. അതിന് മൂത്തച്ഛനെ വരണം, അമ്മായിമ്മനെ വരണം, ഇഷ്ടമല്ല നമുക്ക് ആർക്കും കൊടുക്കാം. നമ്മളെ വല്യമാനെ കൊണ്ട് പിടിപ്പിക്കാം, നമ്മളെ പെണ്ണുങ്ങൾക്ക് പിടിക്കാം, ഇളാമാനെ കൊണ്ട് പിടിപ്പിക്കാം, ആരും പിടിപ്പിക്കാം. അതിന് ഇന്ന നിയമം എന്നില്ല. ആ നിയമം ഇതൊക്കെ ഇങ്ങനെ ഖുത്ബി പറഞ്ഞെന്താ അറിയോ? ഏതെങ്കിലും ഒരു പേരിലുണ്ടാവും, അതിന്റെ പേരിൽ ഇപ്പോഴും തെറ്റിക്കണ്. ഞാനൊന്ന് വരാൻ 3 മിനിറ്റ് വൈകിയപ്പോത്തിനുണ്ട് മറ്റോള് കയ്യെ പിടിച്ചിക്കണ്. കുടുംബം തെറ്റാനാണ്. ഇസ്ലാമികമായൊരു പുണ്യകർമ്മത്തിന് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ള പറഞ്ഞൊരു സൽക്കർമ്മത്തിന്റെ പേരിൽ അത് നിർവഹിക്കാൻ 3 മിനിറ്റിന്റെയും 4 മിനിറ്റിന്റെയും കൈ കൊടുത്തിന്റെയും പേരിൽ തെറ്റിക്കുകയാണെങ്കിൽ സോങ്ങളെ ദീനൊന്നും ഉള്ളിക്ക് കയറാത്തതാണ്. അതുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് പരമാവധി നന്മയിൽ ചെയ്യാൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരേ ഒരു കാര്യം, ഈ വിഷയത്തിന്റെ അവസാനം മുടി കളയിച്ചിലാകട്ടെ, അഖീഖത്താകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ഒരു നന്മ ചിലർക്കെങ്കിലും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം, എനിക്ക് ഒരു കുട്ടി ഉണ്ടായി, 120 ദിവസമാകുമ്പം ഉമ്മയുടെ ഗർഭാശയത്തിൽ 120 ദിവസമാകുമ്പം റൂഹ് ഊതപ്പെടുമല്ലോ. ആ കുട്ടി 6-ാമത്തെ മാസം പുറത്തേക്ക് വന്നു പോയി, കുട്ടി മരിച്ചുപോയി. ആ കുട്ടിക്ക് വേണമെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ ബാക്കി നിയമമാണ്, ആ കുട്ടിക്ക് മേൽ നമുക്കറിയാം നിസ്കരിക്കണം, കഫൻ ചെയ്യണം, പറ്റുന്ന സാധ്യമാകുന്ന രൂപത്തിൽ കുളിപ്പിക്കണം. ആ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വാക്കുകൂടി പറഞ്ഞു. എന്താ അറിയോ? 2 വാക്കുകൂടി പറഞ്ഞു. ഒന്ന്, വയുസമ്മ, നിങ്ങൾ പേര് കണ്ടുവെച്ചിക്കണ, ഈ വിളിച്ചോളിയടാ. സുൽത്താന്റെ വാചകങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ട്, നമ്മൾ ആദ്യമേ പേരാണ് അഹദ് എന്ന് പേര്, അബ്ദുൽ അഹദ് പേരുണ്ടെത്തി. ആ കുട്ടി മരിച്ചുപോയി, ആ കുട്ടിനെ വേണമെങ്കിൽ അബ്ദുൽ അഹദ് എന്ന് പേരിടാം. അവസാനം പൈസ ഉണ്ടെങ്കിൽ കുട്ടി മരിച്ചോട്ടെ,
120 ദിവസം കൊണ്ട് റൂഹ് ഊതപ്പെട്ട കുട്ടിയല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ അഖീഖത്തും നിർവഹിക്കാം. വിശാലമാണ് ഇസ്ലാമിൽ. ചെയ്യാൻ പറ്റുള്ളൊക്കെ ചെയ്യാം. നമ്മുടെ പേരിൽ നിർവഹിച്ചില്ലെങ്കിൽ നമുക്കിപ്പൊ ചെയ്യാം. നമ്മളെ കുട്ടിയാക്കി ചെറുപ്പത്തിൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ചെയ്യാം, ഒരു സംശയമില്ല. അത് അള്ളാഹുവിന്റെ വക്കൽ വലിയ പുണ്യാണ്. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചർച്ചയാവുകയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിഡ്ഢിത്തങ്ങളും മാറ്റി പ്രവാചകൻ പഠിപ്പിച്ച അതേ നിയ്യത്തിൽ സ്വർഗം കിട്ടാൻ ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള നിയമങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പാലിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കേട്ട കാര്യങ്ങൾ പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്താനും ഭക്തിയോടുകൂടി ജീവിക്കുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ജീവിതത്തിൽ കൺകുളിർമ നൽകുകയും അവരോടൊപ്പം സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികമായി പ്രയാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നാഥ ഞങ്ങളുടെ കൂട്ടത്തിൽ. തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് നാഥ. കച്ചവടങ്ങളിൽ നഷ്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നാഥ. സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ നാഥ നീ അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ, വിദേശ നാടുകളിൽ ഞങ്ങൾക്കായി അധ്വാനിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.